ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ചരിത്ര പ്രാധാന്യമുള്ള ചൗക്ക എന്ന സ്ഥലത്താണ് അരുക്കുറ്റി ബോട്ട് ജെട്ടി സ്ഥിതി ചെയ്യുന്നത്. അരുക്കുറ്റി പാലം വരുന്നതിന് മുന്നേ വരെ ചൗക്കയിൽ ബോട്ട് ജെട്ടി സജീവമായിരുന്നു. അരുക്കുറ്റിയിൽ നിന്നും എറണാകുളത്തേക്കും പനങ്ങാട്ടേക്കുമുള്ള ബോട്ട് സർവീസ് അടക്കം നടന്നിരുന്നു. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുമ്പെയാണ് അവസാനമായി ഇവിടെ ബോട്ട് സർവീസ് നടന്നിരുന്നത്. അരൂർ ഉയരപ്പാത നിർമ്മാണം മൂലം ഉണ്ടാകുന്ന ഗതാഗത സ്തംഭനത്തിന് ഒരു ബദൽ മാർഗം എന്ന നിലയിലാണ് വീണ്ടും ചൗക്കയിലേക്ക് ബോട്ട് എത്തിയത്. അഡ്വക്കേറ്റ് A. മാരിഫ് MLA ആയിരുന്ന അവസരത്തിൽ നിർമ്മിച്ച ബോട്ട് ടെർമിനൽ വലിയ സൗകര്യത്തോടുകൂടി ഇവിടെയുണ്ട്. ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതോടെ ഈ ബോട്ട് ടെർമിനൽ സജീവമാകും. ഇതോടെ ചൗക്കയുടെ പഴയ പ്രതാപത്തിലേക്ക് എത്തുമെന്നാണ് കരുതുന്നത്. ബോട്ട് സർവീസിന്റെ ആദ്യ യാത്ര MLA ദലീമ ജോജോ ഫ്ലാഗ് ഓഫ് ചെയ്തു. അരുക്കുറ്റിയിൽ നിന്നും തേവര ഫെറിയിലേക്കായിരുന്നു ആദ്യ യാത്ര. ഈ തടസ്സങ്ങൾക്കൊരു എന്ന് പറഞ്ഞാൽ കുറച്ച് മനുഷ്യർക്കെങ്കിലും ആശ്വാസമാകുക എന്നുള്ള ഒരു ചിന്തകൾ കൊണ്ടാണ് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിക്ക് നമ്മുടെ വാട്ടർ ട്രാൻസ്പോർട്ട് നമ്മൾ അപേക്ഷ കൊടുത്തത്. ഗണേഷ് കുമാർ സാറിന് അപേക്ഷ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് മുഖ്യമന്ത്രിക്ക് അപേക്ഷ കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ ബോട്ട് സർവീസ് ഇവിടെ നിരന്തരം ഉണ്ടായിരുന്നൊരു ബോട്ട് സർവീസ് കൂടിയാണ്. അത് തന്നെയല്ല, ഇവിടെ അരുക്കുറ്റിയിൽ ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ ആരിഫ് സാറ് MLA ആയിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു വലിയ ജെട്ടിയാണ്. അദ്ദേഹം ഈ നാടിന് വേണ്ടി സമർപ്പിച്ച ഒരു മനോഹരമായ ഒരു ജെട്ടിയാണിത്. അപ്പോൾ ഇവിടെ ഈ ബോട്ട് സർവീസ് ഇവിടെയുള്ള മനുഷ്യർക്ക് നമുക്ക് വാട്ടർ ട്രാൻസ്പോർട്ടിന് നമ്മളിപ്പോൾ അപേക്ഷിക്കുന്നുണ്ട്. വാട്ടർ മെട്രോയ്ക്ക് കൂടെ നമ്മൾ അപേക്ഷ കൊടുക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ എറണാകുളം വരെ സർവീസ് നീട്ടുവാനുള്ള ശ്രമമാണ് നടന്നു വരുന്നത്. നല്ല അനുഭവം. ഞങ്ങളുടെ പണ്ടുകാലത്തെ ഞങ്ങൾ വർഷങ്ങളോളം യാത്ര ചെയ്ത സുഖം അനുഭവിക്കാൻ വേണ്ടി മാത്രം വന്നേക്കുന്നതാണ്. ഞങ്ങൾക്ക് വളരെ ഗുണമുള്ള ഒരു ആവശ്യമായിരുന്നു അരുക്കുറ്റി ബോട്ട് സർവീസ് എന്നുള്ളത്. അതിനുവേണ്ടി എല്ലാ പരിശ്രമങ്ങളും നടത്തി MLA എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസിക്കും. നമ്മുടെ യാത്രക്കാർ സഹകരിച്ചാലേ നമുക്ക് ഈ സർവീസ് വിജയകരമാക്കാൻ പറ്റുള്ളൂ. ഒരു 50 പേരെങ്കിലും ഇവിടുന്ന് തേവരിലേക്ക് യാത്ര ചെയ്താൽ മാത്രമേ ഇത് സർവീസ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നുള്ളൂ. ഞങ്ങൾ 5 പേരും മാത്രം യാത്ര ചെയ്താൽ സർവീസ് പരാജയമായിരിക്കും. MLA പറഞ്ഞത് കൂടുതൽ കളക്ഷൻ ഉണ്ടെങ്കിൽ ഒരു സർവീസ് കൂടി തുടങ്ങാമെന്നൊരു വാക്ക് MLA പറഞ്ഞു. ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ MLAയോടൊപ്പം തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിത ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം വിനിത പ്രമോദ്, പെരുമ്പളം പഞ്ചായത്ത് പ്രസിഡന്റ് ആശ, വിനോദ്, PM പ്രമോദ്, വിനു ബാബു, KD പ്രസിഡന്റ്, മറ്റ് സാംസ്കാരിക യുവജന സംഘടനാ പ്രതിനിധികളും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, അരുക്കുറ്റി.